ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 1 അധ്യായം 1 മുതൽ 20 വരെ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ്, ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യോഹന്നാനുണ്ടായ വെളിപ്പാട് 1 അധ്യായം നാം പഠിക്കുകയുണ്ടായി. ഏതാണ്ട് 9 ക്ലാസ്സുകൾ എടുത്താണ് 1 അധ്യായം നാം പഠിച്ചു തീർത്തത്. ഇന്ന് ഈ 1 അധ്യായത്തിന്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു പ്രത്യാവലോകനം, ഒരു തിരിഞ്ഞുനോട്ടം, ഒരു പുനർവിചിന്തനം നടത്തുവാനായിട്ടാണ് നാം സമയം എടുക്കുന്നത്. ഒരു പുനഃപരിശോധന. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ പദങ്ങളൊക്കെയാണ് അതിന്റെ അർത്ഥം. വി ആർ ഗോയിങ് ടു ടേക്ക് എ റിവ്യൂ ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ. ഇതിനു മുമ്പ് പഠിച്ച ക്ലാസ്സുകൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതൊരു ചെറിയ ആമുഖം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതുകൊണ്ട് ഈ പുസ്തകം പഠിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അന്ത്യകാല സംഭവങ്ങളോ 666 മഹോപദ്രവമോ ഒന്നുമല്ല. കർത്താവായ യേശുക്രിസ്തുവാണ് ഈ പുസ്തകത്തിന്റെ വിഷയം എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ ക്ലാസ്സിൽ തന്നെ പുസ്തകത്തിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ടൈറ്റിൽ നാം പരിശോധിച്ചു. പുസ്തകത്തിന്റെ പേര് യോഹന്നാനുണ്ടായ വെളിപ്പാട്. പലരും അതിന് വെളിപാടെന്നാണ് പറയാറ്. വെളിപാടല്ല, വെളിപ്പാട്. വെളിപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ആ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അനാച്ഛാദനം ചെയ്യുക, മറ നീക്കുക, തുറന്നു കാണിക്കുക, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന
ഒരു ചിത്രമാണ്. തലക്കെട്ടിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. വീണ്ടും ഗ്രന്ഥരചയിതാവായ യോഹന്നാനെ നാം ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു. ഓതർ ഓഫ് ദ ബുക്ക്, നോട്ട് ഓൺലി ദ ടൈറ്റിൽ ബട്ട് ദി ഓതർ ഓഫ് ദ ബുക്ക്. ഈ പുസ്തകം എഴുതിയ യോഹന്നാനെ നാം പരിചയപ്പെടുകയുണ്ടായി. നിങ്ങളുടെ സഹോദരൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലൊക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്ന അപ്പോസ്തലനായ യോഹന്നാന്റെ രചനകളെക്കുറിച്ചും എല്ലാം ആ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന ക്ലാസ്സിൽ വായനക്കാരെ കുറിച്ചാണ് നാം പരിശോധിച്ചത്. ദ റീഡേഴ്സ് ഓഫ് ദ ബുക്ക്. ഏത് പുസ്തകവും രചിക്കുമ്പോൾ അതിനൊരു ടാർഗറ്റ് ഓഡിയൻസ്, അത് വായിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതാരാണ് എന്ന് ചോദിച്ചാൽ, ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 പ്രാദേശിക സഭകൾ, ആ സഭകളിലെ അംഗങ്ങളും സഭയുടെ മൂപ്പന്മാരുമാണ് ഈ പുസ്തകം വായിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. വീണ്ടും നമ്മൾ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തക സമർപ്പണമോ ഡെഡിക്കേഷൻ ഓഫ് ദ ബുക്ക്. പുസ്തകം ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. പുസ്തകം പരിശോധിക്കുമ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം നാം കാണുന്നുണ്ടെങ്കിലും പുസ്തകം യേശുക്രിസ്തുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് നാം പഠിക്കുകയുണ്ടായി. പുസ്തകത്തിന്റെ തീം എന്താണ്, അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയം എന്താണ്, പ്രമേയം എന്താണ്, അതിന്റെ ടോപ്പിക് എന്താണ്, അതിന്റെ സബ്ജക്റ്റ് എന്താണ് എന്നതാണ് അതിനുശേഷമുള്ള ക്ലാസ്സിൽ നാം പഠിച്ചത്. അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ബി വിക്ടോറിയസ്, ജയാളികളാകുക, ജയിക്കുന്നവന് ഞാൻ ഇന്നതൊക്കെ കൊടുക്കും എന്ന് കർത്താവ് പറയുന്ന കാര്യമാണ് ആ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായത്. അതിനുശേഷം പഠിച്ച ക്ലാസ്സിൽ അന്ത്യകാല സംഭവങ്ങളുടെ ഒരു ക്രമം പരിശോധിക്കുകയുണ്ടായി. അതിന് കാരണം ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അപ്പൊ ഏത് കണ്ണും കാണുന്ന ഒരു വരവും എല്ലാ കണ്ണും കാണാത്ത ഒരു വരവും കർത്താവായ യേശുക്രിസ്തുവിനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അന്ത്യകാല സംഭവങ്ങളുടെ ഒരു ക്രമം പരിശോധിക്കുന്നത് ആവശ്യമായതുകൊണ്ട് ഉൾപ്രാവണം മുതൽ നിത്യത വരെ നീണ്ടുകിടക്കുന്ന സംഭവങ്ങളെ 7ആയി ചുരുക്കിക്കൊണ്ട് ഒരു പഠനം നാം നടത്തിയത്. അതിനുശേഷം 2 ക്ലാസ്സുകളിലായി വെളിപ്പാടിന്റെ സന്ദർഭം, ദി ഒക്കേഷൻ ഓഫ് റെവലേഷൻ, 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന, നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദിവ്യ ദർശനം. എന്നോട് സംസാരിച്ച നാദം ഇന്നതെന്ന് കേൾക്കുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞ് യോഹന്നാൻ എഴുതിയിരിക്കുന്ന തല മുതൽ കാൽ വരെയുള്ള വിവരണങ്ങൾ ചേർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഫീച്ചേഴ്സ് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ പുസ്തക വിഭജനമാണ് നാം പഠിച്ചത്. ഔട്ട്ലൈൻ ഓഫ് ദ ബുക്ക്, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഒരു രൂപരേഖ. അത് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അധികരിച്ചാണ് നാം പഠിക്കുവാൻ ഇടയായത്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. നീ കണ്ടത് 1-ാം അധ്യായം, നീ കണ്ടത് യേശുക്രിസ്തു. ഇപ്പോഴുള്ളത് 2-3 അധ്യായം സഭ. ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ അവിടെ മഹോപദ്രവവും മറ്റനേകം സംഭവങ്ങളും നിത്യത വരെയുള്ള സംഭവങ്ങളും വിശദമായി വിവരിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പരിശോധിക്കുവാൻ ഇടയായത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ 1-ാം അധ്യായത്തെ മൊത്തമായിട്ട് നാം വിലയിരുത്തുകയും ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രത്യേക പുസ്തകത്തിന്റെ ചില സവിശേഷ സ്വഭാവങ്ങൾ ദർശിക്കുവാനായിട്ട് കഴിയും. ആ പ്രത്യേകതകളാണ് പൊതുവായിട്ട് ഓർത്തിരിക്കേണ്ടതിനായിട്ട് സമ്മറൈസ് ചെയ്ത് വളരെ ചുരുക്കത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പുസ്തകത്തെ മനസ്സിലാക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അടുക്ക ചിട്ട എഴുത്തുകാരനായ യോഹന്നാൻ തന്നെ നമുക്ക് നൽകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുമ്പോൾ ഈ പുസ്തകം എന്ത് കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്നും എന്ത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പുസ്തകം പഠിക്കാൻ എന്നും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. പുസ്തകത്തിന്റെ സ്വഭാവം ഏതൊക്കെ തരത്തിലാണ് നാം കാണേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. We are going to summarize the basic characteristics of this remarkable book. ഈ പ്രത്യേക പുസ്തകത്തിന്റെ അടിസ്ഥാന സ്വഭാവവും അതിന്റെ സവിശേഷതകളും നാം ഈ ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒന്നാമതായിട്ട്, വെളിപ്പാട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പുസ്തകമാണ്. റെവലേഷൻ ഈസ് എ ക്രൈസ്റ്റ് സെന്റേർഡ് ബുക്ക്. ക്രിസ്തു കേന്ദ്രീകൃതമായ പുസ്തകം. വേദപുസ്തകം മുഴുവൻ, തിരുവചനം മുഴുവൻ യേശുക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്ന് വേണമെങ്കിൽ പൊതുവായിട്ട് പറയാം.
കാരണം വേദപുസ്തകം യേശുക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ബൈബിളിന്റെ ഓരോ പേജിലും കർത്താവായ യേശുക്രിസ്തു വെളിപ്പെട്ടു വരുന്നത് ശ്രദ്ധിച്ചു വായിക്കുന്ന ഒരു വായനക്കാരന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ വെളിപ്പാട് പുസ്തകം പ്രത്യേകമായി യേശുക്രിസ്തുവിന്റെ മഹത്വവും തേജസ്സും വെളിപ്പെടുത്തുന്നുണ്ട്. തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഭാവി സംഭവങ്ങളുടെ വെളിപ്പാടല്ലല്ലോ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതുകൊണ്ട് ഒന്നാമത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ടത്, ഇത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പുസ്തകമാണ്. അനേകം ആളുകളും ഇത് ക്രിസ്തു കേന്ദ്രീകൃതമല്ല, മറ്റു പല കാര്യങ്ങൾ കേന്ദ്രീകൃതമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു, ഈ പുസ്തകത്തിൽ എന്ത് പഠിച്ചാലും ഇറ്റ് ഈസ് എ ക്രൈസ്റ്റ് സെന്റേർഡ് ബുക്ക്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പുസ്തകമാണ്. എവിടെ നോക്കിയാലും ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ബൈബിളിൽ മൊത്തമായിട്ടും ക്രിസ്തുവാണ് വെളിപ്പെടുന്നതെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് ക്രിസ്തുവിന്റെ വെളിപ്പാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, വെളിപ്പാട് മുദ്രയിടപ്പെടാത്ത തുറന്ന ഒരു പുസ്തകമാണ്. റെവലേഷൻ ഈസ് ആൻ ഓപ്പൺ ബുക്ക്. നോട്ട് ഓൺലി എ ക്രൈസ്റ്റ് സെന്റേർഡ് ബുക്ക്, ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്പൺ ബുക്ക്. മുദ്രയിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല, ഇത് മുദ്രയിടാത്ത തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. യോഹന്നാനോട് പറഞ്ഞത് നാം പഠിച്ചത് ഓർക്കുക. 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് പുസ്തകം അവസാനിക്കുമ്പോൾ 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. കാരണം കാലഘട്ടത്തിലെ ദൈവജനത്തിന് ഈ പുസ്തകം നൽകുന്ന സന്ദേശം വളരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് മുദ്രയിട്ട് വെച്ചാൽ ദൈവജനത്തിന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് ഇത് മുദ്രയിടരുത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിന് ഈ പുസ്തകം നൽകുന്ന സന്ദേശം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഗ്രഹിക്കാൻ വിഷമമുള്ള മർമ്മങ്ങൾ പലതും ഉണ്ട്, അതൊരു സത്യമാണ്. ഒരുപക്ഷെ ദൈവത്തിന്റെ അടുത്ത് നാം നിത്യതയിൽ എത്തിച്ചേരുമ്പോഴേ എല്ലാ മർമ്മങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്കിലും നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന, നാം മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. യോഹന്നാൻ ആസിയയിലെ 7 പ്രാദേശിക സഭകൾക്ക് ഈ പുസ്തകം എഴുതി അയച്ചപ്പോൾ ഇതൊക്കെ വായിച്ച് കേൾപ്പിക്കുമെന്നും കേൾവിക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സത്യങ്ങളും അവർ ഗ്രഹിക്കുമെന്നും യോഹന്നാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുകയില്ല. ഒരു വ്യാഖ്യാതാവ് വന്നിട്ട് ഇതിന്റെ അർത്ഥമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കണം എന്ന് യോഹന്നാൻ ചിന്തിച്ചിട്ടില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഒരു ചിന്തയാണത്. എന്നാൽ 7 പ്രാദേശിക സഭകൾക്ക് ഈ പുസ്തകം എഴുതി അയച്ചപ്പോൾ ഇത് ഉറക്കെ അവരെ വായിച്ച് കേൾപ്പിക്കണമെന്നും അത് കേൾക്കുമ്പോൾ സഭയിലിരുന്ന് കേൾക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള എല്ലാ സത്യങ്ങളും ഗ്രഹിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ട് കാര്യമില്ലല്ലോ. കേട്ട ആത്മീയ സത്യങ്ങൾ അവരുടെ പ്രതിസന്ധി കാലത്ത് അവർക്ക് വിശ്വാസത്തിൽ മുന്നേറുന്നതിന് ആവശ്യമായ പ്രോത്സാഹനവും പ്രചോദനവും പകരുമെന്നും യോഹന്നാൻ വിശ്വസിച്ചിരുന്നു. ഞാനൊന്നുകൂടെ പറയട്ടെ, ഈ പുസ്തകം അവർക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, അവർ കടന്നുപോയ പ്രതിസന്ധികളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് കുറെ അധികം ആത്മീയ സത്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ആ കേട്ട കാര്യങ്ങൾ അവരുടെ പ്രതിസന്ധി കാലത്ത് അവരുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും പ്രചോദനവും അവർക്ക് പകർന്നു കൊടുക്കും. അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും എന്ന് യോഹന്നാൻ വിശ്വസിച്ചിരുന്നു, ദൈവം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു തുറന്ന പുസ്തകം യോഹന്നാനെ കൊണ്ട് എഴുതിച്ചത്. ഇത് സീൽ ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ എക്സ്പേർട്ടുകൾ കുറെ പേരുണ്ട്, അവർ വ്യാഖ്യാനിച്ചെങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്നാരെങ്കിലും കരുതുന്നെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു പുസ്തകം അല്ല. ഇത് ഒരു ഓപ്പൺ ബുക്കാണ്. റെവലേഷൻ ഈസ് ആൻ ഓപ്പൺ ബുക്ക്. നമ്മളെ സംബന്ധിച്ചും നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും ഇതൊരു ഓപ്പൺ ബുക്കാണ്. മുദ്രയിടപ്പെട്ട പുസ്തകമല്ല, മുദ്രയിടാതെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നാം വായിക്കുകയാണെങ്കിൽ ഈ പുസ്തകം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട്, വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം അടയാളങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്കൊക്കെ അത് മനസ്സിലാകാതെ പോകുന്നതിന്റെ കാരണം ഈ പുസ്തകത്തിനകത്ത് ധാരാളം സൈൻ, അടയാളങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇതേക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ റെവലേഷൻ ഈസ് എ ബുക്ക് ഫിൽഡ് വിത്ത് സിംബൽസ് ആൻഡ് സൈൻസ്. ധാരാളം അടയാളങ്ങളും മുദ്രകളും നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ബൈബിളിൽ കാണുന്ന അടയാളങ്ങൾ കാലാതീതമായ
സന്ദേശമാണ് നൽകുന്നത്. കാലത്തിന് അതീതമായ സന്ദേശമാണ് മുദ്രകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ നൽകുന്നത്. അതിൻ്റെ അന്തരാർത്ഥം പരിമിതപ്പെടുത്താവുന്നതല്ല. പലപ്പോഴും അതിനെ പലരും പരിമിതപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു സൈൻ ലാംഗ്വേജിന്റെ പ്രത്യേകത നേരത്തെ തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അന്തരാർത്ഥം ആർക്കും പരിമിതിപ്പെടുത്താവുന്നതല്ല. ഉദാഹരണത്തിന് ബാബിലോൺ എന്ന പ്രതീകം ഉൽപ്പത്തി 10-11 അധ്യായങ്ങളിലാണ് ആരംഭിക്കുന്നത്. മഹദിയാം ബാബിലോൺ, ബാബിലോൺ ദ ഗ്രേറ്റ്, ഇത് ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങളിലാണ് ആരംഭിക്കുന്നത്. വചനം മുന്നോട്ട് കൂടുതൽ പഠിക്കുമ്പോൾ ബാബിലോണിന്റെ അർത്ഥം വളർന്ന് വികസിച്ച് വെളിപ്പാട് 17-18 അധ്യായങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ അത്യുച്ചകോടിയിൽ എത്തുന്നത്. ബാബിലോൺ എവിടം വരെ പോയി, ബാബിലോൺ എന്താണ്? അതുപോലെ തന്നെ ഉൽപ്പത്തി 3 അധ്യായത്തിൽ ഹവ്വയെ വഞ്ചിക്കുന്നതിനായിട്ട് ഒരു പാമ്പ് വരുന്നത് കാണുന്നുണ്ട്. അത് വളർന്നൊരു മഹാസർപ്പമായി, തീനിറമുള്ളൊരു മഹാസർപ്പമായി വെളിപ്പാടിൽ വെളിപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് 12 അധ്യായത്തിൽ. അതുകൊണ്ട് ഈ സൈനൊക്കെ കാലാതീതമായിട്ട് നമുക്ക് സന്ദേശം നൽകുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കണം. വെളിപ്പാടിലേക്ക് എത്തുമ്പോഴാണ് അത് ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. മഹാസർപ്പം, മഹദിയാം ബാബിലോൺ. ഇതുപോലെ തന്നെയാണ് കുഞ്ഞാട് എന്ന പ്രതീകം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീണ്ടുകിടക്കുന്ന മറ്റൊരു പ്രതീകമാണ് കുഞ്ഞാട്. ഉൽപ്പത്തിയിലുണ്ട് കുഞ്ഞാട്, വെളിപ്പാടിലും ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നാം കാണുന്നുണ്ട്. ഈ പ്രതീകങ്ങൾ വളരെ അർത്ഥപൂർണമാണ്. മണവാട്ടി മറ്റൊരു പ്രതീകമാണ്. അത് വളർന്ന് വികസിക്കുന്ന അടയാളമാണ്. ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം വളരെ വളരെ പ്രസക്തവും വളർന്ന് വികസിക്കുന്നതുമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഈ പ്രതീകങ്ങളുടെ ധനികമായ അർത്ഥസമ്പുഷ്ടതയിലേക്ക് ആഴ്ന്നിറങ്ങി അതിന്റെ അർത്ഥം ഗ്രഹിച്ച് ആത്മീയതയിൽ മുന്നോട്ട് പോകുന്നത് തികച്ചും ആനന്ദകരമാണ്. പറഞ്ഞ് ശ്രദ്ധിച്ചോ? ഈ പ്രതീകങ്ങൾക്കെല്ലാം ധനികമായ അർത്ഥമുണ്ട്, അർത്ഥസമ്പുഷ്ടതയുണ്ട്. അതിലേക്ക് ആഴ്ന്നിറങ്ങണം ഒരു അനുവാചകൻ, ഒരു വായനക്കാരൻ അതിലേക്ക് ആഴ്ന്നിറങ്ങണം. ആഴ്ന്നിറങ്ങി അതിന്റെ അർത്ഥം മുഴുവനായിട്ട് ഗ്രഹിക്കുമ്പോൾ ആത്മീയതയിൽ മുന്നോട്ട് പോകുന്നതിന്, അതിൽ സന്തോഷിക്കുന്നതിന്, അതിൽ ആനന്ദം ഉണ്ടായിട്ട് പുതുജീവൻ പ്രാപിക്കുന്നതിന് ഇടയായി തീരും. അങ്ങനെയാണ് ഈ പുസ്തകം നാം പഠിച്ചു മുന്നോട്ട് പോകേണ്ടത്. 4-മതായിട്ട്, വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് പ്രോഫസി. വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. ഇത് പ്രവചന പുസ്തകമാണ് എന്ന് വെളിപ്പാടിൽ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. നാം പഠിച്ചു വന്നപ്പോൾ കണ്ടതാണ്. നേച്ചർ ഓഫ് ദ ബുക്ക്, ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ പ്രകൃതം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു പ്രവചന പുസ്തകമാണെന്ന് ആവർത്തിച്ച് വെളിപ്പാടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 1 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഈ പ്രവചനത്തിന്റെ. 22 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ പുസ്തകം അവസാനിക്കുമ്പോൾ 22-7 ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ. 22 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. 22-18 വായിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും. 22-19 വായിക്കുമ്പോൾ ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 1-3, 22-7, 22-10, 22-18, 22-19 ഈ വാക്യങ്ങളിലെല്ലാം ഇതൊരു പ്രവചന പുസ്തകമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 അധ്യായത്തിന്റെ 11 വാക്യം വായിക്കുമ്പോൾ നീ ഇനിയും പ്രവചിക്കേണ്ടി വരും എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ പ്രവചിക്കുകയായിരുന്നു, 10 അധ്യായം വരെ പ്രവചിക്കുകയായിരുന്നു, നീ ഇനിയും പ്രവചിക്കേണ്ടി വരും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവചനം എന്ന് പറഞ്ഞാൽ അനേകർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ഭാവി പറയുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവി പറയുക എന്നല്ല, പ്രത്യുത ദൈവത്തിന് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ വക്താവായിട്ട് നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രവചനം, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, പഴയ നിയമം നിങ്ങൾ വായിച്ചാൽ പുറപ്പാട് പുസ്തകം 7 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം മാത്രം വായിക്കുമ്പോൾ അഹ്റോനെ മോശയുടെ പ്രവാചകനായിട്ടാണ് വെച്ചത്. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മോശയ്ക്ക് പകരം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അഹ്റോനെ നിയമിച്ചത്. പ്രവചനത്തിന്റെ നിർവചനം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒരാൾക്ക് പകരം സംസാരിക്കുന്ന ആളാണ് പ്രവാചകൻ, സ്പീക്കിംഗ് ഇൻസ്റ്റെഡ് ഓഫ് എ പേഴ്സൺ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വക്താവ് ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ദൈവം കാലത്തിനപ്പുറത്തായതുകൊണ്ട്, ദൈവത്തിന് കാലമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞുപോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും എല്ലാം ദൈവത്തിന് കാണാം. അതൊക്കെ ദൈവം പറഞ്ഞു എന്ന് വരാം.
അതുകൊണ്ട് പ്രവചനം എന്ന് പറയുന്നത് ഭാവി പറയലല്ല, അത് ദൈവത്തിന് വേണ്ടിയുള്ള സംസാരമാണ്. ആസിയയിലെ 7 പ്രാദേശിക സഭകൾക്ക് സന്ദേശങ്ങൾ അയച്ചപ്പോൾ ആദ്യം പെട്ടെന്ന് അവർ ക്രമീകരിക്കുന്ന അനാത്മീയ മേഖലകൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവരെ പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുള്ള അനാത്മീയ മേഖലകളാണ് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല കാണിച്ചു കൊടുത്തത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നുള്ള സഭകൾക്കും തിരുത്തലുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ഒരു പ്രവചന പുസ്തകമായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മെ ദൈവം കാണുന്നത് പോലെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും തിരുത്തേണ്ടതായിട്ടുണ്ടാകും. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് തിരുത്താനുണ്ടായിരുന്നു, ഇന്നത്തെ സഭയ്ക്കും തിരുത്താനായിട്ടുണ്ട്. ആ തരത്തിൽ ഈ പുസ്തകം വളരെ ഉപകാരപ്രദമാണ്. അതിനുശേഷം മിക്കവാറും പുസ്തകം മുഴുവൻ തന്നെ പ്രവചന ദർശനങ്ങളാണ്. ജയാളിയായ യേശുവിന്റെ ദർശനമാണ് പുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നത്. പീഡനത്തിലിരുന്ന വിശ്വാസികൾക്ക് പ്രോത്സാഹനമായത്, അവരുടെ സാക്ഷ്യജീവിതം പ്രതികൂല സാഹചര്യങ്ങളിലും ധീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് അവർക്കൊരു പ്രചോദനമായത് ഈ കർത്താവായ യേശുക്രിസ്തു ആ സാഹചര്യങ്ങളിലൊക്കെ അവരുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. അതവർക്ക് പ്രതീകാത്മകമായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ. ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചപ്പോഴാണ് അവർക്ക് ഇന്നത്തെ ജീവിതത്തിൽ കുറെ കൂടി ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്കും ഉള്ളപ്പോഴാണ് ഇന്നത്തെ ജീവിതത്തിൽ, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനും മുന്നോട്ട് ധീരമായിട്ട് പോകുന്നതിനും നമുക്ക് പ്രേരണ ലഭിക്കുന്നത്. യോഹന്നാൻ വ്യക്തിപരമായി റോമൻ സാമ്രാജ്യത്തിന്റെ പീഡനത്തിന് വിധേയപ്പെട്ട് പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ട നിലയിൽ ഇരുന്നാണല്ലോ ഈ പുസ്തകം എഴുതിയത്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് കഷ്ടതയിൽ നിന്ന് ഉടലെടുത്ത ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. കഷ്ടതയിൽ നിന്ന് ഉടലെടുത്ത ഒരു പുസ്തകമായതുകൊണ്ട് കഷ്ടതയിലോ പീഡനത്തിലോ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തേജനവും പ്രോത്സാഹനവും പ്രചോദനവും പകരുവാനായിട്ട് ഈ പുസ്തകത്തിന് കഴിയും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരു പ്രവചനത്തിന് എപ്പോഴും അതാണ് കഴിയുന്നത്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് തുല്യമായിട്ടാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ് എന്ന് ഓർക്കുക. 5-ാമതായിട്ട് വെളിപ്പാട് അനുഗ്രഹങ്ങളും ഭാഗ്യവർണ്ണനകളും ഉള്ള ഒരു പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തിനകത്ത് അനുഗ്രഹങ്ങളും ഭാഗ്യവർണ്ണനകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഇറ്റ് ഈസ് എ ബുക്ക് വിത്ത് ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ്. ധാരാളം അനുഗ്രഹങ്ങൾ, ഭാഗ്യങ്ങൾ വിവരിച്ചിരിക്കുന്ന, പ്രസ്താവിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട്. 1-ാം അധ്യായത്തിന്റെ 3-ൽ ഉള്ള ഭാഗ്യവർണ്ണന നിങ്ങൾക്ക് ഓർമ്മ കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഈ പുസ്തകത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ 3-ാം വാക്യത്തിൽ തന്നെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഭാഗ്യവർണ്ണനകളുടെ ഒരു പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ മുന്നോട്ട് വായിക്കുമ്പോൾ മറ്റേഴ് ഭാഗ്യവാന്മാരെയും നാം പരിചയപ്പെട്ടിരുന്നുവല്ലോ. ഈ പുസ്തകം വെറുതെ വായിക്കുകയോ വായിച്ച് കേൾക്കുകയോ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമായില്ല. പുസ്തകം വെറുതെ വായിച്ചു അല്ലെങ്കിൽ വെറുതെ ഒന്ന് വായിച്ചു കേട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഹൃദയാന്തർഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി നാം പുസ്തകത്തിലെ സന്ദേശത്തോട് അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സന്ദേശം വ്യക്തിപരമായിട്ട് നാം സ്വീകരിക്കണം. വ്യക്തിപരമായിട്ട് സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഉറപ്പും വിശ്വാസത്തിന്റെ തെളിവുമായ ഒരു ആമേൻ പറഞ്ഞ് നാം അതിനോട് ചേർന്ന് നിൽക്കണം. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയ സത്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുമ്പോൾ, പഴയ നിയമത്തില് അബ്രഹാം മുതലുള്ള വിശ്വാസ വീരന്മാർ ചെയ്ത കാര്യം നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവരൊരു ആമേൻ പറഞ്ഞു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു എന്നും കൂടെ അതിനർത്ഥമുണ്ട്. ദൈവം പറഞ്ഞത്, ദൈവവചനം പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ആമേൻ പറയുന്നു. ചിലപ്പോൾ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആമേൻ പറയാനായിട്ട് തോന്നുന്നു. പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഒക്കെ ഊവ എന്നും ആമേൻ എന്നുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ അത് ഹൃദയത്തിലേക്ക് കടന്ന് നമ്മുടെ ഹൃദയത്തെ മഥിക്കുകയും ഹൃദയത്തെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ
നമ്മളും ഒരു ആമേൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമുക്കൊരു ആമേൻ പറഞ്ഞ് അതിനോട് നാം ചേർന്ന് നിൽക്കണം. ഈ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ആമേൻ കാണാനായിട്ട് സാധിക്കും. ഞാൻ ചിലത് പറഞ്ഞു കേൾപ്പിക്കാം. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, മഹത്വവും ബലവും ആമേൻ. 1-7 ഊവ് ആമേൻ. 1-18 ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ആമേനുണ്ട്. മലയാളം ബൈബിളിൽ ആമേനില്ല, എന്നാൽ ഇംഗ്ലീഷിൽ ഒരു ആമേൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3-14 ആമേൻ എന്നുള്ളവൻ. ആമേൻ എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ ഒരു പേരായിട്ട് തന്നെയാണ് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അവർ പറയുകയാണ്. 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് ശക്തിയും ബലവും ആമേൻ. 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ആമേൻ ഹല്ലേലൂയ. 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ആമേൻ കർത്താവായ യേശുവേ വരേണമേ. 22-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം പുസ്തകത്തിന്റെ അവസാന വാക്യത്തിന്റെ അവസാനം ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം തീരുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് എത്രയോ പ്രാവശ്യം ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 1-6, 1-7, 1-18, 3-14, 5-14, 7-12, 19-4, 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും 21-ാം വാക്യവും. ഈ വാക്യങ്ങളിലൊക്കെ ആമേൻ ആമേൻ ആമേൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ, ഈ പുസ്തകത്തിലെ സത്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുപോകുമ്പോൾ അതിനോട് ചേർന്ന് ഒരാമേൻ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നിങ്ങൾ അതിന്റെ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നാണ് ആ ആമേന്റെ അർത്ഥം. 6-ാമതായിട്ട് വെളിപ്പാട് വളരെ പ്രസക്തമായ ഒരു പുസ്തകമാണ്. വെളിപ്പാട് ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമായ ഒരു പുസ്തകമാണ്. ഇറ്റ് ഈസ് എ റെലവന്റ് ബുക്ക്. ഇറെലവന്റ് ആണ്, ഇത് അർത്ഥശൂന്യമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ചില ആളുകൾ വെളിപ്പാട് പുസ്തകം അപ്രസക്തമാണ് എന്ന് കരുതി അത് വിട്ടുകളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇറെലവന്റ് ബുക്ക്, ബട്ട് ഇറ്റ് ഈസ് എ റെലവന്റ് ബുക്ക്. വെളിപ്പാട് വളരെ പ്രസക്തമായ ഒരു പുസ്തകമാണ്. യോഹന്നാൻ എഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് അത് വളരെ പ്രസക്തമാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളതാണെങ്കിൽ അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന് പറഞ്ഞത്? 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, സമയം അടുത്തിരിക്കുന്നു. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് വായി സമയം അടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക. 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, വേഗത്തിൽ സംഭവിക്കേണ്ടത്. 22-10 സമയം അടുത്തിരിക്കുകയാൽ. 22-12 ഇതാ ഞാൻ വേഗം വരുന്നു. 22-20 അതെ ഞാൻ വേഗം വരുന്നു. ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ റെലവന്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറെലവന്റ് അല്ല. 1-1, 1-3, 22-6, 22-10, 22-12, 22-20 ഈ വാക്യങ്ങളിലൊക്കെ ഈ പുസ്തകം വളരെ റെലവന്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. സമയം അടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. വേഗം, ഷോർട്ട്ലി എന്ന വാക്കിന് താമസിയാതെ, വളരെ പെട്ടെന്ന് എന്ന അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് കടന്ന് നിങ്ങൾ ആ പദത്തിന്റെ മൂലഭാഷയിലുള്ള പദത്തിന്റെ അർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ, പൊടുന്നനവേ, വളരെ പെട്ടെന്ന്, ഞൊടിയിടയിൽ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ദ്രുതഗതിയിൽ, ക്ഷിപ്രമായി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്, ഇതാ ഞാൻ വേഗം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കുകയല്ല എന്നാരും കരുതരുത്. ക്ഷിപ്രമായി, ദ്രുതഗതിയിൽ, വളരെ പെട്ടെന്ന്, നൊടിയിടയിൽ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് വേഗം, ഷോർട്ട്ലി എന്ന പദത്തിന് ഈ അർത്ഥമൊക്കെ ഉണ്ട് എന്നറിഞ്ഞ് പുസ്തകം പഠിക്കുന്നത് നന്നായിരിക്കും. ദൈവം സമയത്തെ കണക്കാക്കുന്നത് നാം കണക്കാക്കുന്നത് പോലെ അല്ല എന്ന് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം എന്ന് ഞാൻ കരുതുന്നു. അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ വായിക്കുക. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മുടെ സമയത്തിന്റെ ക്രമം അല്ല ദൈവത്തിന്റെ സമയത്തിന്റെ ക്രമം എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. എപ്പോൾ കർത്താവ് മടങ്ങി വരുമെന്ന് ആരും അറിയുന്നില്ല. കർത്താവ് എപ്പോൾ മടങ്ങി വരും എന്നുള്ളത് ഇതിനോടകം നമ്മൾ പല ക്ലാസ്സുകളിൽ പറഞ്ഞൊരു കാര്യമാണ്. ആരും അറിയുന്നില്ല. എന്നാൽ അവൻ മുദ്രകൾ തുറക്കാൻ തുടങ്ങിയാൽ,
6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ. അവൻ മുദ്രകൾ തുറക്കാൻ തുടങ്ങിയാൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കും. അതിനെ തടയാനോ ഇടയ്ക്ക് കടന്ന് തടസ്സപ്പെടുത്തുവാനോ ഒരാൾക്കും കഴിയുകയില്ല. അവൻ തുടങ്ങിയാൽ പിന്നെ അത് പൂട്ടുവാനോ നിർത്തുവാനോ ഒരാൾക്കും കഴിയുകയില്ല. ദ്രുതഗതിയിൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ സമയം വളരെ അടുത്തിരിക്കുകയും നാം അതിന്റെ വാതുക്കലായിരിക്കുകയും ചെയ്യുകയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 7-ാമതായിട്ട് വെളിപ്പാട് ഒരു പ്രൗഢഗംഭീര പുസ്തകമാണ്. ഇറ്റ് ഈസ് എ മാജസ്റ്റിക് ബുക്ക്. വെളിപ്പാട് പ്രൗഢഗംഭീരമായ ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് മാജസ്റ്റി, സിംഹാസനത്തിന്റെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിലുടനീളം ഒരു സിംഹാസനം എങ്ങനെ ഇരിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് മാജസ്റ്റിക് ബുക്ക് എന്ന് പറഞ്ഞത്. ദ മാജസ്റ്റി, കർത്താവായ യേശുക്രിസ്തു ദൈവം പ്രൗഢഗംഭീരമായിട്ട് ഉയർന്നും പൊങ്ങിയുമുള്ളൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വ്യക്തമായ ദർശനം വെളിപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 46 പ്രാവശ്യമാണ് സിംഹാസനം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. 22 അധ്യായങ്ങളേ ഉള്ളൂ, പക്ഷെ 46 പ്രാവശ്യം സിംഹാസനം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരമാധികാരത്തെയും സ്വർഗത്തിൽ തന്റെ സിംഹാസനം വെച്ച് തന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നതിനെയും വെളിപ്പാട് വിവരിക്കുന്നു. സങ്കീർത്തനം 103 നാം വായിക്കുന്നുണ്ട്, ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ മാജസ്റ്റിക് ആയിട്ടുള്ള, ഉന്നതമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ ഇരുന്ന് രാജഭരണം നടത്തുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് ഈ സിംഹാസനം 46 പ്രാവശ്യം ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് നമ്മുടെ ദർശനത്തിലേക്ക് വരുന്നത്. യേശുക്രിസ്തുവിനെ തേജസ്സും ബഹുമാനവും ആധിപത്യവും ഉള്ളവനായി ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു. സോ ഇറ്റ്സ് എ മാജസ്റ്റിക് ബുക്ക്. പ്രൗഢഗംഭീരമായ ഒരു രാജ ആധിപത്യം വെളിപ്പെടുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 8-ാമതായിട്ട് വെളിപ്പാട് ഒരു സാർവലൗകിക പുസ്തകമാണ്. സാർവലൗകിക പുസ്തകം. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ബുക്ക്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട, ഒരുപക്ഷെ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് മാത്രമാണ് ഇത് എഴുതിയതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ബുക്ക്. ലോകത്തിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പുസ്തകമാണ് യോഹന്നാൻ എഴുതിയത്. യോഹന്നാൻ സർവ്വ ലോകത്തിലുമുള്ള സകല ജാതികളെയും വംശങ്ങളെയും ഭാഷകളെയും ഗോത്രങ്ങളെയും ദർശിച്ചു എന്ന് മറന്നു പോകരുത്. ഏഷ്യയിലെ 7 സഭകളെ മാത്രമല്ല യോഹന്നാൻ ദർശിച്ചത്. അവർക്കാണ് ഈ പുസ്തകം എഴുതി അയച്ചതെങ്കിലും അവർ വഴി ഇത് സർവ്വലോകത്തിലും പോകണം എന്ന് അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനത്തിൽ ലോകത്തിലുള്ള എല്ലാ ജാതികളും ഭാഷകളും ഗോത്രങ്ങളും വംശങ്ങളും ഉണ്ടായിരുന്നു. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും. 10-1, നീ ഇനിയും അനേകം വംശങ്ങൾ, ജാതികൾ, ഭാഷകൾ, രാജാക്കന്മാർ, ഇവരെക്കുറിച്ചൊക്കെ പ്രവചിക്കേണ്ടി വരും. അപ്പൊ ഇവർക്കെല്ലാം വേണ്ട ഒരു പുസ്തകമാണ്, പ്രസക്തമായ ഒരു പുസ്തകമാണ് വെളിപ്പാട്. 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അപ്പൊ ഇതെല്ലാവർക്കും റെലവന്റ് അല്ലെങ്കിൽ പിന്നെ ലോകത്തിലുള്ള എല്ലാവരും ഇത് കാണേണ്ടതായിട്ടില്ല. വിഷയം 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങൾ പുരുഷാരങ്ങൾ ജാതികൾ ഭാഷകൾ അത്രേ. ദൈവത്തിന്റെ പദ്ധതികളിൽ ഇവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമുള്ളതല്ല. ജാതികൾ, ഭാഷകൾ, വംശങ്ങൾ, പുരുഷാരങ്ങൾ, ഗോത്രങ്ങൾ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. യോഹന്നാൻ സ്വർഗത്തിലെ സിംഹാസന മുറിയിൽ ഭൂമിയിലെ സകല ജാതികളുടെയും ഭാഷക്കാരുടെയും ദേശക്കാരുടെയും ഗോത്രക്കാരുടെയും ആരാധനാ ശബ്ദം ശ്രവിച്ചു എന്നുള്ളതും മറന്നു പോകരുത്. ദൈവത്തെ ആരാധിക്കുന്ന സിംഹാസനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മാജസ്റ്റിക് ബുക്ക്, സിംഹാസനം ഇരിക്കുന്നതും അതിന്റെ മുമ്പിൽ ഒരു ആരാധന നടക്കുന്നതും ഒക്കെ നമ്മൾ പരാമർശിച്ച കാര്യമാണ്. ആരാധന മുറിയിൽ യോഹന്നാൻ കയറി നോക്കിയപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗക്കാർ മാത്രമല്ല, ഭൂമിയിലെ സകല ജാതികളും ഭാഷക്കാരും ദേശക്കാരും ഗോത്രങ്ങളും ഒക്കെ അവിടെ ആരാധിക്കുന്നതായിട്ടുള്ള ശബ്ദം യോഹന്നാൻ കേൾക്കുകയാണ് ഉണ്ടായത്. നമ്മളും അത് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതലായ വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എല്ലാ ഗോത്രക്കാരും ഭാഷക്കാരും വംശക്കാരും വെച്ച് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ചിത്രം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകം ഒരു യൂണിവേഴ്സൽ ബുക്കാണ്,
സാർവലൗകിക പുസ്തകമാണ്. എല്ലാവർക്കും വേണ്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 9ാമതായിട്ട് വെളിപ്പാട് പുസ്തകം ചരിത്രത്തിന്റെ മൂർധന്യതയിൽ അല്ലെങ്കിൽ അതിന്റെ അത്യുന്നത ശ്രേണിയിൽ, അതിന്റെ പരമകാഷ്ഠയിൽ, അതിന്റെ അത്യുന്നതമായിട്ടുള്ള ശൃംഗത്തിൽ നമ്മെ എത്തിക്കുന്ന ഒരു പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ചരിത്രത്തിന്റെ അത്യുന്നത ശൃംഗത്തിൽ, അതിന്റെ അത്യുന്നത ശ്രേണിയിൽ, ക്ലൈമാക്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു പുസ്തകം. സോ ഐ ക്യാൻ കോൾ റെവലേഷൻ ആസ് എ ക്ലൈമാക്റ്റിക് ബുക്ക്. ക്ലൈമാക്സിലേക്ക്, ക്ലൈമാക്സ് എല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണല്ലോ. ചരിത്രത്തിന്റെ ക്ലൈമാക്സിലേക്ക്, അത്യുന്നത ശ്രേണിയിലേക്ക്, പരമകാഷ്ഠയിലേക്ക്, അതിന്റെ അത്യുന്നത ശൃംഗത്തിലേക്ക്, മൂർധന്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വേദപുസ്തകത്തിന്റെ അത്യുന്നത ശൃംഗം വെളിപ്പാട് പുസ്തകമാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന എല്ലാറ്റിന്റെയും, ചരിത്രത്തിന്റെയും പ്രവചനത്തിന്റെയും എല്ലാറ്റിന്റെയും ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേണി വെളിപ്പാട് പുസ്തകത്തിലാണ് നാം കാണുന്നത്. ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം വെളിപ്പാടിൽ അവസാനിക്കുന്നു എന്ന് നാം ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക. ഉൽപ്പത്തിയിൽ തുടങ്ങിയതെല്ലാം ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതപ്രകാരം തികയുന്നതും പൂർത്തീകരിക്കപ്പെടുന്നതും വെളിപ്പാടിലാണ്. വെളിപ്പാടിന് മുമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തികയുന്നത്, പൂർത്തീകരിക്കപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അവൻ ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാണ്. അവൻ ആരാണെന്ന് ചോദിച്ചാൽ ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാണ്. ദൈവം തുടങ്ങുന്നതെല്ലാം ദൈവം പൂർത്തീകരിക്കും. ദൈവം തുടങ്ങുന്നതെല്ലാം ദൈവം തികയ്ക്കും. നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയും അവൻ തികയ്ക്കും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളിലേക്ക് അതിനെ തികയ്ക്കും എന്നാണ്. അവൻ ആരംഭിച്ചതെല്ലാം തികയ്ക്കുന്നവനാണെങ്കിൽ നമ്മിലൊക്കെ അവൻ ആരംഭിച്ച പ്രവൃത്തി ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ പ്രവൃത്തിയെ അവൻ തികയ്ക്കുവാൻ പോവുകയാണ്. ദൈവം വചനം വഴി നമുക്ക് തന്ന വെളിപ്പാടുകളുടെ എല്ലാം തികവാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ഈ 9 സവിശേഷതകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്നുകൂടെ അതൊന്ന് ചുരുക്കത്തിൽ പറയാം. എ ക്രൈസ്റ്റ് സെന്റേർഡ് ബുക്ക്, an open book, a book filled with symbols and signs, a book of prophecy, a book with blessings, a very relevant book, a majestic book, a universal book, a climactic book. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പുസ്തകം, മുദ്രയിടപ്പെടാത്തതും തുറന്നിരിക്കുന്നതുമായ ഒരു പുസ്തകം, അടയാളങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം, ഒരു പ്രവചന പുസ്തകം, അനുഗ്രഹങ്ങളുടെ ഒരു പുസ്തകം, ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പുസ്തകം, പ്രൗഢഗംഭീരമായ ഒരു പുസ്തകം, സാർവലൗകികമായ എല്ലാ ജാതികൾക്കും ഗോത്രത്തിനും ഭാഷയ്ക്കും ആവശ്യമുള്ള ഒരു പുസ്തകം, ചരിത്രത്തിന്റെ മൂർധന്യതയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു പുസ്തകം. ഈ സവിശേഷതകളെല്ലാം വെളിപ്പാട് പുസ്തകത്തിനുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് നാം 1-ാം അധ്യായം പഠിച്ചപ്പോൾ ഒരു ശ്രമം നടത്തിയത്. ഇനി 2-ാം അധ്യായം മുതൽ നമുക്ക് മുന്നോട്ട് പോയി 22-ാം അധ്യായം വരെ എത്താനായിട്ടുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാജസ്റ്റിക് ബുക്ക്, ഒരു സിംഹാസനത്തിന്റെ പുസ്തകമായതുകൊണ്ട് നാം സിംഹാസന മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇപ്പൊ തന്നെ സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് അവിടെ നിന്ന് ആരാധിക്കണം, അവിടെ സമയം കഴിക്കണം, എന്നും അവിടെ ഇരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിക്കാണും. നല്ല കാര്യമാണ്, അങ്ങനെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ അവിടേക്ക് നാം എത്തുന്നതിന് മുമ്പായിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് 4-5 അധ്യായങ്ങളാണ്, അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന മനുഷ്യപുത്രനോട് സമനായവന് ചിലത് സഭകളോട് പറയാനുണ്ട്. സഭകളോടും സഭകളിൽ ഉള്ളവരോടും പറയാനായിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഓടി സിംഹാസന മുറിയിലേക്ക് കയറി ചെന്നാൽ ചിലപ്പോൾ അപകടമായിരിക്കും. അതുകൊണ്ട് ആ സിംഹാസന മുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന, ന്യായാധിപതിയായിരിക്കുന്ന, 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന മനുഷ്യപുത്രനോട് സമനായ നമ്മുടെ കർത്താവിന് ചിലത് പറയാനുണ്ട്. അവൻ ഇന്ന് സഭകൾക്കും സഭകളിലുള്ളവർക്കും അത്യാവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പല കാര്യങ്ങളും ഉണർത്തുന്ന, തിരുത്തലുകൾ വേണ്ട, മാനസാന്തരങ്ങൾ വേണ്ട ചില കാര്യങ്ങളാണ് 2-3 അധ്യായത്തിൽ നാം വായിക്കുന്നത്. ആ തിരുത്തലുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും വന്നെങ്കിൽ മാത്രമേ നമുക്ക് സിംഹാസന മുറിയിലേക്ക് പ്രവേശിച്ച് കുഞ്ഞാടിന്റെ കൂടെ ഇരുന്ന് ആ കുഞ്ഞാട് വാങ്ങിയ പുസ്തകത്തിലെ മുദ്രകളൊക്കെ തുറന്ന് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കാളികളാകാനായിട്ട് കഴിയുകയുള്ളൂ. ധൃതി പിടിക്കേണ്ട. അതുകൊണ്ട് നാം 2-3 അധ്യായത്തിൽ സാവകാശം ഒന്ന് ഇരുന്ന് കർത്താവ് സഭകളോട് പറയുന്നതൊക്കെ ഒന്ന് കേട്ട്, വ്യക്തികളും സഭകളും
ചില തിരുത്തലുകളും ക്രമീകരണങ്ങളും നടത്തുമ്പോഴാണ് ത്രോൺ റൂമിലേക്ക്, സിംഹാസന മുറിയിലേക്ക് കയറി കൂടുതൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, 1-ാം അധ്യായം പഠിച്ചു തീർന്നു. നാം ഒന്ന് നിൽക്കുക, എപ്പോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് നിന്നിട്ട് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിന് സഭകളോട്, വ്യക്തികളോട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2-3 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ആത്മാവ് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ നമുക്ക് ചെവി വട്ടം പിടിക്കാം. 2-3 അധ്യായങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങും. അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവ് സഭകളോട് പറയുന്നതാണ്. അത് കേൾക്കാനായിട്ട് ആത്മാവ് സഭകളോടാണ് പറയുന്നതെങ്കിലും ചെവിയുള്ളവനാണ് കേൾക്കേണ്ടത്. സഭ മൊത്തമായിട്ട് ചിലപ്പോൾ കേട്ടു എന്ന് വരികയില്ല. എന്നാൽ ചെവിയുള്ള ആളുകൾ ഈ സഭകളിലൊക്കെ ഉണ്ടെങ്കിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കുമ്പോൾ പല ക്രമീകരണങ്ങളും വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും വരുത്തേണ്ടതായിട്ട് വരും. അതാണ് 2-3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് നിൽക്കാൻ പറഞ്ഞത്. ഓടി ത്രോൺ റൂമിലേക്ക് കയറണ്ട. 4-5 അധ്യായത്തിനകത്ത് സിംഹാസനമാണ്. അവിടെ സിംഹാസനത്തിൽ ഒരു ഇരിപ്പുണ്ട്, അതിൻ്റെ മധ്യേ കുഞ്ഞാടുണ്ട്. അവിടെ മറ്റ് ഒരുപാട് കാര്യങ്ങളും ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് ധൃതി പിടിച്ച് കയറുന്നതിന് മുമ്പായിട്ട് കുഞ്ഞാട് തന്നെ, അല്ലെങ്കിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായവൻ തന്നെ നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക, നിങ്ങളുടെ സഭാജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേട്ട്, ചെവിയുള്ളവർ കേട്ട് തിരുത്തി ആ ത്രോൺ റൂമിലേക്ക് പ്രവേശിച്ചാൽ കാര്യങ്ങൾ കുറെ കൂടി മനോഹരമാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് 2-3 അധ്യായങ്ങൾ നാം വായിക്കാനും പഠിക്കാനും പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെവി തുറന്നിരിക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ നമുക്ക് ചെവി വട്ടം പിടിച്ചുകൊണ്ട്, പലർക്കും ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ഗ്രഹിക്കുന്നില്ല. ഇത് കർത്താവിൻ്റെയും പ്രവാചകന്മാരുടെയും ഒക്കെ പരാതിയായിരുന്നു. അങ്ങനെ വരാതിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ചെവി വട്ടം പിടിച്ച് കർത്താവെ അരുളി ചെയ്യണ വേണ്ടി ഞാൻ കേൾക്കുന്നു, ഞാൻ തിരുത്താം, ഞാൻ അനുസരിക്കാം എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ മഹത്തായ പുസ്തകം, ഈ മാജസ്റ്റിക് ബുക്ക്, ഈ പ്രൗഢഗംഭീരമായ പുസ്തകം, ഈ ക്ലൈമാക്റ്റിക് ബുക്ക്, നമ്മളെ ചരിത്രത്തിന്റെ അത്യുച്ച കോടിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ പുസ്തകം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഈ പുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവെ അതെനിക്ക് പ്രയോജനകരമാകണം, തിരുത്തലുകൾക്ക് എന്നെ സഹായിക്കണം എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മഹാപുസ്തകത്തിനായിട്ട്, ഈ മാജസ്റ്റിക് ബുക്കിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ സിംഹാസനം നീ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, നിന്റെ രാജ്യത്തെ സകലത്തെയും ഭരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ രാജാവായി തീരുവാൻ തക്കവണ്ണം, ഈ സിംഹാസനത്തിന് മുമ്പിൽ എത്തുവാൻ തക്കവണ്ണം ഒക്കെ നീ ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എന്നാൽ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തി കർത്താവെ നിന്റെ ഹിതപ്രകാരം, നിന്റെ ഹിതത്തിന്റെ തികവിലേക്ക് മുന്നേറുന്നവരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും, വചനം കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയാൽ ഞങ്ങളോട് അരുളി ചെയ്യണമേ. ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ അനുസരിക്കാം. കർത്താവ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ എന്നെ ചെയ്യുന്നവരായിരിക്കാൻ തക്കവണ്ണം നിന്റെ കൃപയെ എൻ്റെ മേൽ വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ മാനവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.